അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദലി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇന്നും നമ്മളുള്ളത് എവിടെയെന്നറിയോ? തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പഴയന്നൂർ ടൗണിന്റെ അടുത്ത്. ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമാണ്. തിരുവില്ലാമല പഴയന്നൂർ റോഡിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ആണ് ദൂരം. ടാറിംഗ് റോഡിൽ നിന്ന് ഞാൻ വഴി കാണിച്ചു തരാം, ഇല്ല സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നേരെ ടാറിംഗ് റോഡിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഈ കാണുന്ന, എന്റെ ബാക്കിൽ കാണുന്ന 43 സെന്റ് സ്ഥലവും ഈ വീടും. ജന്മന്തി ആധാരം, പേപ്പേഴ്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ ബാങ്കിലായിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ലോൺ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയാണ്, പക്ഷെ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 43 സെന്റ് സ്ഥലവും ഈ പുറകിൽ കാണുന്ന 1200 സ്ക്വയർ ഫീറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയന്നൂര് രജിസ്റ്റർ ഓഫീസിന്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. ഇവിടേക്ക് 1 കിലോമീറ്റർ ആണ് ദൂരം. നാലുപുറം വീടുകൾ കാര്യങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ. ഈ ടാറിംഗ് റോഡ് സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതാ നല്ല VIP വീടുകൾ. ഇതാ കാണുന്ന ഹബീബിങ്ങളെ, നമുക്ക് ഇതാ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേണ്ട വേണ്ട, വണ്ടി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വഴിക്കുള്ള എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിലേക്കാണ്. 43 സെന്റ് സ്ഥലവും അതിഗംഭീരമായ വീടെന്ന് പറയാം. കാരണം എന്താ പറയുക, പണി കഴിക്കണം, പണി പകുതിയിലിട്ടിക്കാണ്. അപ്പൊ നല്ല VIP ഏരിയ കേട്ടോ. തൊട്ട അയൽവാസിയുടെ വീടാണിത്. നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ട വീടാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീടുകളും കാര്യങ്ങളുമാണ് ഇവിടെ. സ്ഥലത്തിന് എന്ത് മാർക്കറ്റ് ഉണ്ട് നിങ്ങൾ വന്ന് അന്വേഷിക്കുക. ഈ സ്ഥലത്തിന്റെ വില പോലും ചോദിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം കേട്ടോ. സ്ഥലത്തിന്റെ വില പോലും ചോദിക്കുന്നില്ല, അർജന്റ് വിൽപ്പനയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതിന്റെ തൊട്ട വീടാണിത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, അതിന്റെ തൊട്ടുള്ള വീടാണിത്. അപ്പൊ നിങ്ങളുടെ വീടുകളാണ് 43 സെന്റ് സ്ഥലം. ആ കാണുന്ന വീട് കേട്ടോ, ഇഷ്ടികയായിട്ട് കെട്ടിയതാണ്. പണി പകുതിയിലിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കറണ്ട് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ നമുക്ക് ഒന്ന് കാണാം. ഈ ഓപ്പോസിറ്റുള്ള വീട് കേട്ടോ. ഇതാണ് ഓപ്പോസിറ്റുള്ള വീട് അല്ലേ. നല്ല നല്ല VIP ടീമുകൾ. വിലയാണെങ്കിൽ വളരെ കമ്മി. മാത്രമല്ല ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് കൃഷിസ്ഥലമാണ്. നേരെ ബാക്കിൽ നല്ല കൂളിങ് കിട്ടും. നല്ല പച്ചപ്പുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കണ്ടോ. നല്ല കൂളിങ്. എന്താ കാറ്റ് വീശി, നിലളകുന്ന കണ്ടില്ലേ, കാറ്റിങ്ങനെ വീശിയിട്ട് അല്ലേ. അപ്പൊ നല്ല യഥേഷ്ടം വെള്ളമുള്ള ഓപ്പൺ കിണർ, കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഒരുപാടാണ് കണ്ടോ. ഇതാണ് കിണർ കേട്ടോ. കിണർ ആളുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലൊക്കെ തെങ്ങുകളുണ്ട്, ഒരുപാട് തെങ്ങുണ്ട് കേട്ടോ. ഒരുപാട് തെങ്ങ് പറഞ്ഞാൽ ഒരുപാട് തെങ്ങുണ്ട്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താ, വയലൊന്ന് കാണിച്ചു കൊടുത്താ, നല്ല പ്രകൃതി ഭംഗിയുള്ള, പച്ചപ്പുള്ള, നല്ല കാറ്റ് വീശുന്ന, കുളിർമയുള്ള ഏരിയ കണ്ടില്ലേ. 43 സെന്റ് സ്ഥലത്തിനും വീടിനും ആകെ ചോദിക്കുന്നത് 33 ലക്ഷം. ഫൈനൽ റേറ്റ് ആണ് 33 ലക്ഷട്ടാ. ഫൈനൽ റേറ്റ് ആണ് 33 ലക്ഷം. 40-45 പറഞ്ഞതാണ്. അപ്പൊ വീടിന്റെ ബാക്ക് വശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ്. ഇതിന്റെ അതിലൊരു കമ്പിവേലി ഉണ്ട് അല്ലേ. ഇതാണ് കമ്പിവേലി. അപ്പൊ ഈ സ്ഥലം ഇങ്ങനെ പോവാണ്. അത്യാവശ്യം നല്ല തേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിട്ടാ. ഇവിടെ തേക്കുകളൊക്കെ കാണാണ്ട്, മരങ്ങളൊക്കെ കാണാണ്ട്, കമ്പിവേലി ഉണ്ട്. 43 സെന്റ് സ്ഥലമുണ്ട്. ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ ഇനി 1-2 വീട് വെക്കാം. യഥേഷ്ട സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തി കേട്ടോ. എന്താ കാറ്റ് നോക്കിയാൽ കാണിക്കണോ, കാറ്റ് വീശിട്ട് ഇവിടുന്ന് കാണിച്ചു കൊടുത്താ. എന്താണ് നല്ല പച്ചപ്പ്, നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലടാ സൂപ്പർ സ്ഥലം. നമ്മുടെ പഴയന്നൂർ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ദൂരം. പഴയന്നൂർ തിരുവില്ലാമല റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് ദൂരം. ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വശം കണ്ടില്ലേ. ബാക്ക് തേച്ചിട്ടൊക്കെ ഉണ്ട്, നല്ല വൃത്തിണ്ട്. 1200 ചില്ലറ സ്ക്വയർ ഫീറ്റ്, 1200 സ്ക്വയർ ഫീറ്റ് കൂട്ടുക. 1200 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ മാത്രമല്ല ഇതാ വീടിന്റെ ബാക്ക് വശത്ത് കണ്ടില്ലേ, നമ്മൾ തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ. എന്താ കാറ്റ്, ഒരു ഊട്ടി പോയതിന്റെ മാതിരിയുള്ള ലുക്ക് ഉണ്ട് കേട്ടോ. ഈ നല്ല സൂപ്പർ സ്ഥലല്ലേ കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലം വീടുകളിലൊക്കെ വന്നിരുന്നാണ്ടല്ലോ നല്ല കാറ്റ് കിട്ടും. ഇതാണ് അതിർത്തി. ഇത് പാടത്തിന്റെ വക്ക് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലം കണ്ടില്ലേ. ഇതിനൊക്കെ തെങ്ങുകളൊക്കെ, ഇതിനൊക്കെ തെങ്ങാട്ടാ. ഒരു വീട്ടിലേക്ക് ഇഷ്ടം പോലെ തെങ്ങുണ്ട് ഇത് കേട്ടോ. നല്ല കാറ്റ്, എമ്മാരി കാറ്റ് എന്നാ പറയുന്നത് കേട്ടോ. ആ പച്ചപ്പുള്ള സ്ഥലം കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ആ റോഡല്ല
ആ റോഡ് ഇട്ടാ നമ്മൾ നേരത്തെ കണ്ട റോഡിൽ കൂടെ ആ ജനങ്ങൾ നടന്നു വരുന്നത് കേട്ടോ. പഴയന്നൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ദൂരെ. സ്കൂള് എല്ലാ സൗകര്യവും ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട്. പഴയന്നൂർ ടൗണിനെ പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ടൗണിൽ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ. തിരുവില്ലാമല പഴയന്നൂർ റോഡിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ ദൂരം. അതും ടാറിങ് റോഡ് കേട്ടോ. കഴിഞ്ഞാൽ ഇതിങ്ങനെ പാടത്തേക്ക് ഇറങ്ങുന്ന വഴിയാ കേട്ടോ. ഇതൊരു വഴിയുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പാടത്തേക്കും പോകാം. നല്ല ഏരിയ, മനസ്സിലാക്കണം ഹബീബിങ്ങളെ. നല്ല ഏരിയ, സൂപ്പർ ഏരിയ അല്ലേ. ഇനി നമുക്ക് വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം, എന്തൊക്കെ അവിടുത്തെ അവസ്ഥ നോക്കാം. ഇത് വീടിന്റെ ബാക്കിൽ തന്നെ നമുക്ക് കിണറൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഈ കിണർ എന്ന് പറഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കണം, കുറച്ച് മണ്ണൊക്കെ തോണ്ടിയെടുക്കാണ്ട് കച്ചറായിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ പുതിയൊരു കിണർ നമുക്ക് കുഴിച്ചാൽ യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ. അതല്ലെങ്കിൽ ആ കിണർ തന്നെ നമുക്കൊന്ന് വൃത്തിയാക്കാം, അതും കൂടെ അറിയിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലം ഞാൻ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് കണ്ടില്ലേ, ഇത്രയും വീതിയിലുള്ള വലിയ റോഡാണ്. നമുക്കിനി വേറൊരു കാര്യത്തിലുള്ളത് ഈ മതിലിന്റെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം. ഈ മതിലിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇത് വേറെ ഉള്ള പ്രോപ്പർട്ടിയാണ്, ആ വണ്ടി നിർത്തിയ സ്ഥലം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലം നല്ലൊരു മാവ് മുറ്റത്തുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ ഒരു ഐഡിയ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സിറ്റ് ഔട്ട്, പുതിയൊരു മോഡൽ വീടൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് മുഴുമിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ വലിയൊരു സിറ്റ് ഔട്ട്, നല്ല തൂണൊക്കെ വാർത്തിട്ട് നല്ല കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ എന്താണെന്ന് പറയുക, ചിലപ്പോൾ ഈ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ കയറ്റിയിട്ട് ചിലപ്പോൾ അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക, ഇതിങ്ങനെ ഡെല്ല് ചെയ്യുക, അങ്ങനെയാവാം, പല രീതിയിലാവാം. എന്താണ് അവസ്ഥ എന്നറിയില്ല. എങ്കിലും അങ്ങനെ കയറിയത് വലിയൊരു ഹാളിലേക്കാണ്. മാത്രമല്ല നല്ല ചൂള ഇഷ്ടികയായിട്ട് കെട്ടിയാണ് കേട്ടോ. നല്ല ഇഷ്ടിക, നല്ല ചുമരൊക്കെ കണ്ടില്ല നല്ല ചുമര് വാർപ്പൊക്കെ കഴിഞ്ഞ് വയറിങ് എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഹാളിൽ നിന്ന് നേരെ കിടക്കുക കേട്ടോ. ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബെഡ്റൂം. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പോലെ അലോക്കിന്റെ ബെഡ്റൂം, വലിയ ബെഡ്റൂം. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള സൗകര്യത്തിലുണ്ട് കേട്ടോ. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള സൗകര്യത്തിലാണ് കാണിച്ചു പോയി. നല്ല വലിയ വലിയ ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 15-12 അതിന്റെ വലിപ്പം. നല്ല വലിപ്പമുണ്ട്. 15-12 ഉണ്ടാവും. അപ്പൊ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ഹാള്, ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്തും നമുക്ക് വലിയ റൂമുണ്ട്. ഇവിടെ അത്യാവശ്യം സൗകര്യത്തിലുള്ള റൂമാണ്. ആദ്യം കണ്ട റൂമിന്റെ അത്ര വലിപ്പമില്ല, എങ്കിലും അത്യാവശ്യം നല്ല റൂമാണ്. ഇവിടെ ഒരു 3 കളി ജനൽ, അവിടെ 2 കളി ജനലൊക്കെ വെച്ചിട്ട് നല്ല ഇതിലാണ്. റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് അപ്പൊ ഇതെന്താ ചെയ്യേണ്ട വെച്ചാൽ, എടുക്കുന്നവർക്ക് ഇത് പണി പൂർത്തീകരിക്കണമെങ്കിൽ കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരും. ഇവിടെ കിച്ചൺ ആണോ, കിച്ചൺ, അതുപോലെ തന്നെ വർക്ക് ഏരിയ അല്ലേ. കിച്ചൺ വർക്ക് ഏരിയ 2 ബെഡ്റൂമാണ് 1200 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വീണ്ടും ആ പച്ചപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്ന് ചേർന്ന് അല്ലേ. അപ്പൊ ഇതുപോലെയാണ് കണ്ടില്ലേ. അപ്പൊ നമ്മൾ കണ്ടത് 2 ബെഡ്റൂം, കിച്ചൺ, ഹാള്, ഡൈനിങ് ഹാള് എല്ലാം കാണൽ കഴിഞ്ഞു. പിന്നെ മേലേക്ക് കോണി. ഈ ഹാളിൽ നിന്ന് തന്നെയാണ് മേലേക്ക് ഇനി 2, 3, 4 റൂം എടുക്കാനുള്ള സൗകര്യത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം റുപ്യ പണിയൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ തറട്ടിട്ട് കോണിയൊക്കെ ഇട്ടിട്ട് കെട്ടി വാർപ്പ് കഴിയണമെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യ പണി ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടികയിലാണ്. പിന്നെ ഇത് ഇവിടെ കോട്ടേഴ്സ് വേണം, കോട്ടേഴ്സ് ആക്കാം. കാരണം എന്താ വെച്ചാൽ ടൗണിന്റെ അടുത്താണ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് 43 സെന്റ് സ്ഥലവും ഈ പുറകിൽ കാണുന്ന 1200 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോട്ടേഴ്സ് കെട്ടാം, മറ്റുള്ള എന്തും ചെയ്ത് തീർക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഏരിയയാണ്. കാരണം പഴയന്നൂർ ടൗണ് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സൗകര്യവും ഇവിടെ പഴയന്നൂരുണ്ട്. നല്ല ഏരിയ, നല്ല VIP-കളുടെ ഏരിയയിലാണ് നമുക്ക് ഈ സ്ഥലം കിടക്കുന്നത്. 43 സെന്റ് സ്ഥലത്തിനും ഇതിനും പാടെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 33 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ഒന്നും അല്ല കേട്ടോ. കാരണം 40, 38 വേണം പറഞ്ഞിരുന്ന പാർട്ടിയാണ്. പക്ഷെ എമർജൻസി, അർജന്റ് വിൽപ്പന. അപ്പൊ നമ്മളെ ചാനലിൽ നമ്മൾ എപ്പോഴും ആ റേറ്റ് കമ്മിയാക്കിയിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് പറയുന്നതിനേക്കാൾ നല്ല എന്താ അറിയോ, ലാസ്റ്റ് റേറ്റാണ് പറയലാണ്. അപ്പൊ ഫൈനൽ റേറ്റ് 33 ലക്ഷമാണ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമുക്ക് ഇനിയൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഉറപ്പ് ഞാൻ പറയില്ല. കാരണം ഇവിടെ സ്ഥലത്തിന് എന്താ വില എന്നുള്ളത് നിങ്ങൾ ഒന്ന് അന്വേഷിക്കാം. ഈ റോഡ് സൈഡിൽ 1.60 കച്ചവടം കഴിഞ്ഞിരിക്കും. ഇപ്പൊ ഞാൻ കാണിച്ചത് ഈ വീട്ടിലേക്ക് ഇറങ്ങുന്നില്ല, അവിടെ 1.60 ഒരു സെന്റ് കച്ചവടം കഴിഞ്ഞിരുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 43 സെന്റ് സ്ഥലവും
ഈ കാണുന്ന വീടും 33 ലക്ഷം രൂപയ്ക്ക്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞാൻ പറഞ്ഞില്ലേ, പെരിന്തൽമണ്ണയിൽ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് 1-ാം തീയതി. അപ്പം അതിൻ്റെ കീഴിലുള്ള ഇതാണ് മലപ്പുറം ജില്ലയിലെ ഇതുപോലുള്ള വീടുകൾ ഇൻഷാ അള്ളാ ആർക്കെങ്കിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ 43 സെന്റ് സ്ഥലം കുഴിക്കൂർ ചമയങ്ങൾ എന്ന് പറഞ്ഞ മാവ്, തേക്ക്, പ്ലാവ്, അതുപോലെ തന്നെ തെങ്ങ്, ഒരുപാട് തെങ്ങുണ്ട്, ഞാൻ എണ്ണിയിട്ടില്ല. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. അപ്പൊ ഇൻഷാ അള്ളാ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെറും 33 ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങുന്നവന് ലാഭം തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം എന്താ പറയുക, ഒരു 10 ലക്ഷം റുപ്യ വീടുമ്പോൾ ഇറക്കിയിട്ടുണ്ടാവും, 10ന്റെ മുകളിലായിട്ടുണ്ടാവും. കാരണം നല്ല എസ്റ്റിഗേറ്റ് കെട്ടിയതാണ്. അപ്പൊ ഇനി ഒരു 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, നല്ലൊരു അടിപൊളി വീടാക്കി മാറ്റിയെടുക്കാം. അപ്പൊ ഇൻഷാ അള്ളാ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.